ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു F2 മീഡിയ. F2 മീഡിയയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഭാഗമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഡോബി ഇല്ലസ്ട്രേറ്ററിൻ്റെ പാർട്ട് 9 നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ലൈൻ ടൂളും അതിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മറ്റ് ടൂൾസുമാണ്. അപ്പോൾ ആ ഒരു ടൂൾസ് ഗ്രൂപ്പ് നമുക്ക് പരിചയപ്പെടാം. അതിനുവേണ്ടി ഞാനതിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഫസ്റ്റ് ഇവിടെ ലൈൻ സെഗ്മെൻറ്റ് ടൂളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ലൈൻ സെഗ്മെൻറ്റ് ടൂൾ സെലക്ട് ചെയ്തു. ജസ്റ്റ് മൗസ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ലൈൻസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏത് ആംഗിളിൽ വേണമെങ്കിലും ഏത് ആക്സിസിൽ വേണമെങ്കിലും നമുക്ക് ലൈൻസിനെ ഇതുപോലെ ഡ്രോ ചെയ്യാം. ഇതിൻ്റെ ഡ്രോയിങ് മെത്തേഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് 90 ഡിഗ്രി അതുപോലെ തന്നെ 45 ഡിഗ്രി അതുപോലെ ഒറിസോണ്ടൽ ആക്സിസിലേക്കൊക്കെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആക്സിസിലേക്ക് നമുക്കതിനെ വരച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ വെർട്ടിക്കലായിട്ടും ഒറിസോണ്ടലായിട്ടും അതുപോലെ ഒരു 45 ഡിഗ്രി ആക്സിസിലേക്കാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഡ്രോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കതിൻ്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ബോർഡർ തിക്നെസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ സ്ട്രോക്ക് വിഡ്ത്ത് കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 7 PT ആണുള്ളത്. ഞാനിവിടെ ഒരു 12 PT കൊടുത്തു. അതിൻ്റെ തിക്നെസ് ഇവിടെ കൂടുന്നത് കാണാം. കുറയ്ക്കണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വാല്യൂ കുറച്ച് കൊടുക്കുക. അപ്പോൾ ഈ വിധത്തിൽ നമുക്കിതിൻ്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലൈൻ ടൂൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കേണ്ട മറ്റൊന്നാണ് സ്ട്രോക്കിൻ്റെ ഓപ്ഷൻസ്. സ്ട്രോക്കിൻ്റെ കൂടുതലായിട്ട് വരുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് വിൻഡോ മെനുവിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്ട്രോക്ക് Ctrl 10 ആണ് അതിൻ്റെ ഷോർട്ട് കീ. ഞാനിവിടെ സ്ട്രോക്ക് പാനൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ ക്യാപ്പ്, കോർണർ എന്നുള്ള 2 ഓപ്ഷൻസ് ആണുള്ളത്. ക്യാപ്പ് ഓപ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിതിൻ്റെ തിക്നെസ് ഒന്ന് കൂട്ടിയിട്ട് ഈ ഒരു എഡ്ജ് ഏരിയ ഒന്ന് സൂം ചെയ്യാണ്. കൺട്രോൾ പ്രസ് അടിച്ച് സൂം ചെയ്തു. ഒപ്പം തന്നെ നമുക്കതിൻ്റെ എഡ്ജിലേക്ക് പോകാൻ വേണ്ടി ഹാൻഡ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു ഏരിയ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഹാൻഡ് ടൂൾ എടുക്കുകയാണ്. കാരണം ആ കൂട്ടത്തിൽ നമുക്ക് ഹാൻഡ് ടൂളും കൂടി ഒന്ന് പരിചയപ്പെടാം. ഹാൻഡ് ടൂൾ H ആണ് അതിൻ്റെ ഷോർട്ട് കീ. H മാത്രമല്ല, നമുക്ക് സ്പേസ് ബാറും ഉപയോഗിച്ച് ഹാൻഡ് ടൂളിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷേ ഫോട്ടോഷോപ്പൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളായിരിക്കും ഹാൻഡ് ടൂൾ. അപ്പോൾ ഞാൻ സ്പേസ് ബാർ പ്രസ് ചെയ്ത് ഹാൻഡ് ടൂൾ എടുത്ത് അതിൻ്റെ എഡ്ജിലേക്കൊന്ന് ഫോക്കസ് ചെയ്തു. അപ്പോൾ ഈ എഡ്ജിൽ വരുന്ന ചെറിയ ചേഞ്ചസ് ആണ് ക്യാപ്പ് എന്ന് പറയുന്നത്. അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഫസ്റ്റ് ഇവിടെ ഡീഫോൾട്ടായിട്ട് ബട്ട് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ ഡീഫോൾട്ടായിട്ട് ഓണായി കിടക്കുന്നത്. അതിൻ്റെ തൊട്ടിപ്പോൾ തന്നെ റൗണ്ടഡ് ക്യാപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അതായത് എഡ്ജ് റൗണ്ട് ആവുന്നത്. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഒരു സ്ട്രോക്കിൻ്റെ എഡ്ജ് കുറച്ച് സ്മൂത്തായിട്ട് അല്ലെങ്കിൽ റൗണ്ടഡ് ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. തൊട്ടിപ്പുറത്ത് തന്നെ പ്രൊജക്റ്റഡ് ക്യാപ്പ് എന്നുള്ളതാണ്. ഇതിൻ്റെ ശരിക്കും ഔട്ട്പുട്ടൊക്കെ സെയിം തന്നെയാണ്. ഇതിൻ്റെ കോർണർ ഷാർപ്പായിട്ടായിരിക്കും വരിക. പക്ഷേ ഒരു അഡീഷണൽ ക്യാപ്പ് അവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതും നമ്മൾ ചില വർക്കിലൊക്കെ ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് എക്സ്ട്രാ കുറച്ചൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൽ പറയുന്നത് കോർണർ ഓപ്ഷനാണ്. ഇവിടെ നിന്ന് കാണാൻ സാധിക്കും കോർണറിൽ 3 ബട്ടൺസ് ഉണ്ട്. കോർണർ നമുക്ക് പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. റെക്റ്റാങ്കിൾ ഷേപ്പിലൂടെയാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ചു. ഇതിൻ്റെ തിക്നെസ് കുറച്ചും കൂടി ഒന്ന് കൂട്ടി കൊടുത്തു. ദെൻ ഞാൻ കോർണറിൽ ഫസ്റ്റ് ഇവിടെ മിറ്റർ ജോയിൻ എന്നുള്ള ഒരു ഓപ്ഷനാണ് ഡീഫോൾട്ടായിട്ട് ഇവിടെ ഓപ്പൺ ആയി കിടക്കുന്നത്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ റൗണ്ടഡ് ജോയിൻ ഉണ്ട്. സൂം ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നേരത്തെ നമ്മൾ ലൈൻസിൽ കണ്ട അതേ സെയിം ഫംഗ്ഷൻ തന്നെയാണ്. പക്ഷേ എഡ്ജ് കേവ് ആയി കിടക്കുന്നത് മാത്രമാണ്. ഇവിടെ മനസ്സിലാക്കണം, നമ്മൾ ഷേപ്പ് ടൂൾ പഠിച്ച റൗണ്ടഡ് കോർണർ അല്ല കേട്ടോ ഇത്. നമ്മൾ ആ ഒരൊറ്റ ലൈനിൻ്റെ എഡ്ജിനെയാണ് നമ്മൾ ആ തിക്നെസ് കൂട്ടുമ്പോൾ അവിടെ കേവ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ബെവൽ ജോയിൻ, ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എഡ്ജിൽ ഒരു കട്ടിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഒരു സിംഗിൾ ലൈനിൽ വരുന്ന ചേഞ്ചസ് ആണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ഷേപ്പിൽ വരുന്നതല്ല. ഒരു സിംഗിൾ ലൈൻസിൻ്റെ തിക്നെസ് കൂട്ടുമ്പോൾ വരുന്ന ചേഞ്ചസ് മാത്രമാണിത്. അതുപോലെ തന്നെ സ്ട്രോക്ക് ഓപ്ഷനിൽ അടുത്തായിട്ട് വരുന്നത് അലൈൻ സ്ട്രോക്കാണ്. അതായത് സ്ട്രോക്കിൻ്റെ അലൈൻമെൻറ്റ്. നമ്മളിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ള ഈ സ്ട്രോക്ക് ലൈന്, ഈ റെക്റ്റാങ്കിളിന് വേണ്ടി വരച്ചിട്ടുള്ള ഈ സ്ട്രോക്ക് ലൈനിൻ്റെ തിക്നെസ് നമ്മൾ കൂട്ടുന്ന സമയത്തും കുറയ്ക്കുന്ന സമയത്തും അതിൻ്റെ തിക്നെസ് കൂടിയും കുറഞ്ഞു വരുന്നത് അതിൻ്റെ 2 സൈഡിലേക്കായിട്ടാണ്. അപ്പോൾ 2 സൈഡിലേക്കും ഈക്വൽ അല്ല. നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സൈഡിലേക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻസ് വെച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അലൈൻ സ്ട്രോക്ക് ടു ഇൻസൈഡ് ആണെങ്കിൽ ആ സ്ട്രോക്കിൻ്റെ ഇൻസൈഡിലേക്കാണ് അതിൻ്റെ തിക്നെസ് ചേഞ്ച് ആവുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ 10 ആണ് കൊടുക്കുന്നത്. ഞാനൊരു 18 കൊടുത്തു. കാണാൻ സാധിക്കും ഇവിടെ സ്ട്രോക്ക് ഔട്ട്സൈഡിലാണ്. ഔട്ട്സൈഡിൽ നിന്ന് ഉള്ളിലേക്കായിട്ടാണ് അതിൻ്റെ തിക്നെസ് കൂടിയും കുറഞ്ഞൊക്കെ വരുന്നത്. അതുപോലെ തന്നെ സ്ട്രോക്ക് പുറത്തേക്കാണ് വേണമെങ്കിൽ അലൈൻ സ്ട്രോക്ക് ടു ഔട്ട്സൈഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രോക്ക് പുറത്തേക്ക് പോകും. ഇപ്പോൾ ഇവിടെ ചേഞ്ച് ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ സ്ട്രോക്ക് ഓപ്ഷനിൽ ഫസ്റ്റ് വരുന്ന ഈ 3 ഓപ്ഷൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അധികം കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. ക്യാപ്പ്, കോർണർ, അലൈൻ സ്ട്രോക്ക്, ഇതും ചില ഡിസൈൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. ചില പ്രത്യേകിച്ച് ഡ്രോയിങ്സിലൊക്കെയാണ് ഇതുപോലെ സ്ട്രോക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻസ് ഉപയോഗിക്കാം. നെക്സ്റ്റ് ഇതിൽ വരുന്നത് ഡാഷഡ് ലൈൻ എന്നുള്ളൊരു ഓപ്ഷനാണ്. അത് ടിക്ക് ഓൺ ചെയ്യാം. ടിക്ക് ഓൺ ചെയ്യുമ്പോൾ തന്നെ ആ ചേഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ വരച്ചിട്ടുള്ള ഈ ഷേപ്പ് അല്ലെങ്കിൽ ഈ ലൈന് ഇതൊരു ഡാഷഡ് ലൈനായിട്ട് ഇവിടെ അപ്പിയർ ആയിരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ ഇവിടെ ഉള്ള ഈ ഡാഷഡ് ലൈൻസിൻ്റെ നമ്പേഴ്സ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഇപ്പോൾ ഇവിടെ 12 PT എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ ഒന്നും കൂടെ കാണാം. ഇപ്പോൾ 12ന് പകരം ഞാനൊരു 7 കൊടുക്കുന്നുണ്ട്. എൻ്റർ ചെയ്തു. കുറച്ചും കൂടി ആ പോയിൻറ്റ്സ് ഒന്ന് കൂടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് വാല്യൂ വെച്ചിട്ട് ഇതിൻ്റെ ഈ കാണുന്ന ഈ ലൈൻസ്, പോയിൻറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഈ ലൈൻസിനെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. നെക്സ്റ്റ് ഈ കാണുന്ന ലൈൻസിൻ്റെ ഗ്യാപ്പും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഗ്യാപ്പ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഫീൽഡാണ് ഇവിടെ. വാല്യൂ ഞാനിവിടെ 20 കൊടുക്കുന്നുണ്ട്. 20 കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗ്യാപ്പ് കൂടുന്നത് കാണാം. ഇനി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ വാല്യൂ കുറച്ച് കൊടുക്കാം. ഇതും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ്. നമുക്ക് ഡോട്ടഡ് ലൈൻസ് അതുപോലെ തന്നെ ഡോട്ടഡ് ഷേപ്പുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് ഓപ്ഷനിൽ വന്നിട്ട് ഈ ചേഞ്ചുകൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സ്ട്രോക്ക് ഓപ്ഷനിൽ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹാരോ ഹെഡ്സ് എന്നുള്ള ഒരു ഓപ്ഷൻസ് ആണ്. ആരോ ഹെഡ്സ്, അതിനുവേണ്ടി വീണ്ടും ഞാൻ ലൈൻ ഓപ്ഷനിലേക്ക് തന്നെ വരികയാണ്. തിക്നെസ് കുറച്ചൊന്ന് കുറയ്ക്കുകയാണ്. 14 എന്നുള്ളത് ഞാനിവിടെ ഒരു 5 ആയി കൊടുത്തു. കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. ആരോ ഹെഡ്സ്, ആരോസ് സെറ്റ് ചെയ്യാം. പല സ്റ്റൈലിലുള്ള ആരോസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. 2 ഡയറക്ഷന് വേണ്ടി 2 ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ടോപ്പിലും ബോട്ടം ആണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ റൈറ്റും ലെഫ്റ്റും ആണ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്കിതിനെ ഈ 2 ഓപ്ഷൻസ് വെച്ചിട്ട് ആരോസ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ആരോ ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ആരോ സെലക്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ആരോ ഷേപ്പ് ഇവിടെ അതിൻ്റെ എഡ്ജിലായിട്ട് വന്നിട്ടുണ്ട്. തൊട്ട് താഴെയുള്ള സ്കെയിൽ ഓപ്ഷൻ വെച്ചിട്ട് നമുക്കിതിനെ സ്കെയിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ 100% ആണ്. എനിക്കിതിൻ്റെ ആരോസിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ 50 ആയി കഴിഞ്ഞാൽ അത് കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ അത് കൂടി വരും. ഇതുപോലെ പല ടൈപ്പിലുള്ള പല ഷേപ്പിലുള്ള ആരോസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ശരിക്കും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മെഷർമെൻ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു വർക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സൈൻ ബോർഡിൻ്റെ ഡിസൈൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു പ്രപ്പോസൽ നമ്മൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വിഡ്ത്ത് ഇത്ര, ഹൈറ്റ് ഇത്ര എന്നൊക്കെ നമ്മളതിൽ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ആ കാണിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഡയറക്ഷൻ സൂചിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് വിഡ്ത്ത് എന്ന് കാണിക്കുമ്പോൾ വിഡ്ത്തിൻ്റെ ഡയറക്ഷനിലേക്ക് നമ്മൾ 2 ആരോ ഇട്ട് സെൻറ്ററിൽ മെഷർമെൻ്റ് ഒക്കെ കൊടുക്കും. അതുപോലെ ഹൈറ്റ് കാണിക്കുന്ന സമയത്ത് ഹൈറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് ആരോ ഇട്ട് കൊടുക്കും. അപ്പോൾ കൂടുതലായിട്ടും ആ ഒരു പർപ്പസിനൊക്കെ ഇല്ലസ്ട്രേറ്ററിൽ ആരോസ് ഉപയോഗിക്കും. കൂടാതെ തന്നെ പല ഡിസൈനിങ് വർക്കിലേക്കും അതുപോലെ തന്നെ ഡ്രോയിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ആരോ ഉപയോഗിക്കാറുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഡൗൺ സൈഡിലാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡ് അപ്ലൈ ചെയ്യാം. ഇനി ആരോ ആവശ്യമില്ല എങ്കിൽ ഇവിടെ നണ്ണ് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആരോസിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു വെർട്ടിക്കൽ ഷേപ്പിൽ ഞാൻ വരയ്ക്കുന്നുണ്ട്. ആരോ സെലക്ട് ചെയ്തു, ഇവിടെ ആരോ കൊടുത്തു. അപ്പോൾ ഇതാണ് ആരോ ഹെഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ. നെക്സ്റ്റ് സ്ട്രോക്ക് ഓപ്ഷനിൽ ലാസ്റ്റായിട്ട് വരുന്നത് പ്രൊഫൈൽ എന്നുള്ളൊരു ഓപ്ഷനാണ്. അത് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും, സ്ട്രോക്ക് വിഡ്ത്തിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട്. അപ്പോൾ അത് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലൈൻ വരയ്ക്കുന്നുണ്ട്. വരച്ച് കഴിഞ്ഞതിന് ശേഷം പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ സ്റ്റൈൽസ് ഇവിടെ കാണാം നിങ്ങൾക്ക്, കുറേ ഷേപ്പുകൾ. അപ്പോൾ ആ ഷേപ്പിലേക്ക് നമ്മൾ വരച്ച ഈ സ്ട്രോക്കിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ചേഞ്ച് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ വിഡ്ത്ത് കൂട്ടുന്നുണ്ട്. സ്ട്രോക്കിൻ്റെ 2 എഡ്ജിലും കുറച്ച് ഷാർപ്പായിട്ട് വരുന്നൊരു സ്റ്റൈലാണിത്. അങ്ങനെ പല ടൈപ്പിലേക്ക് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഡിസൈനിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ട്രോക്ക് ഡിസൈൻസ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഫൈൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സ്ട്രോക്ക് ഓപ്ഷൻസ് നിങ്ങളെല്ലാവരും തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് നമുക്ക് ഡിസൈനിങ്ങിൽ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ മുൻപ് പറഞ്ഞ ഡാഷഡ് ലൈൻസുകൾ, അതുപോലെ ആരോ ഹെഡ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഡിസൈനിങ്ങിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് ബേസിക്കായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഓപ്ഷൻസ് വെച്ചിട്ടുള്ള എക്സാമ്പിൾസൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ ഓരോ വർക്ക് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. ദെൻ ലൈൻ ടൂളിൻ്റെ കാറ്റഗറിയിൽ വരുന്ന നെക്സ്റ്റ് ടൂളിലേക്ക് ഞാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആർക്ക് ടൂൾ. ആർക്ക് ഷേപ്പ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൂൾ വെച്ചിട്ട് വരച്ചെടുക്കാം. ഇത് കറക്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഷിഫ്റ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ആംഗിളിൽ നമുക്കിതിനെ കിട്ടും. കൂടുതൽ വളവൊന്നുമില്ലാതെ കറക്റ്റ് ആംഗിളിൽ തന്നെ നമുക്കിതിനെ വരച്ചെടുക്കാം ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ടാണെങ്കിൽ. അപ്പോൾ ഇതിനെയും നമുക്ക് പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ആർക്ക് ടൂൾ വരച്ചതിന് ശേഷം ജസ്റ്റ് ടൂൾ എടുത്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ ആർക്ക് സെഗ്മെൻറ്റ് ടൂൾ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം. അതിൽ ലെങ്ത്ത് എക്സ് ആക്സിസ്, ലെങ്ത്ത് വൈ ആക്സിസ് ഒക്കെ നമുക്കിവിടെ മെഷർമെൻറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഈ കാണുന്ന ലെങ്ത്ത് എക്സിലേക്കും വൈയിലേക്കും പോകുന്ന ലെങ്ത്ത് നമുക്കിവിടെ കൂട്ടിയും കുറച്ചും കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ടൈപ്പ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഓപ്പൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ക്ലോസിലേക്ക് പോകുമ്പോൾ ക്ലോസ് ആയി കിടക്കും. ഞാനിവിടെ ക്ലോസ് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ആർക്ക് ഷേപ്പ് ക്ലോസ്ഡ് ആയിട്ട് വന്നത് കാണാൻ സാധിക്കും. ഇതിലേക്ക് നമുക്ക് കളറൊക്കെ ഫില്ല് ചെയ്യാം, സ്ട്രോക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ സ്ട്രോക്ക് ഒഴിവാക്കി ഒരു കോർണറിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില കേസിലൊക്കെ കോർണറിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കേവ് ഷേപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ആർക്ക് ടൂൾ ഉപയോഗിച്ച് വരച്ചെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി അവിടെ പെൻ ടൂളൊന്നും എടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ആർക്ക് ടൂളിൻ്റെ ക്ലോസ് ഓപ്ഷനൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ 50 ആണ് ഡീഫോൾട്ട് വാല്യൂ. ഞാനൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്, ഒരു 20 കൊടുത്തു, 21. ദെൻ ഓക്കെ കൊടുത്താൽ ഇതിൻ്റെ സ്ലോപ്പിൽ വന്ന ചേഞ്ചസ്, ആ ഒരു വളവ് കുറച്ച് നിവർന്ന് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ 50-ൽ കൂടുതലാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ബെൻഡ് ഒന്ന് കൂടി വരും. 50-ൽ കുറവാണ് കൊടുക്കുന്നതെങ്കിൽ ആ ബെൻഡ് എത്ര വാല്യൂ കൊടുക്കുന്നോ അതിനനുസരിച്ച് സ്ട്രൈറ്റ് ആയിട്ട് വരും. ആ ഒരു ഫംഗ്ഷനാണ് നമ്മൾ സ്ലോപ്പ് ഓപ്ഷനിലൂടെ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത് സ്പൈറൽ ടൂളാണ്. വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ ചുരുണ്ട് നിൽക്കുന്ന ഒരു ലൈൻ ഷേപ്പ്. ഇതും നമുക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ ചിലപ്പോൾ എക്സാമ്പിൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ എന്തിനാണ് എന്നൊക്കെ തോന്നും. അത് ഇതെന്നല്ല, നമ്മളിപ്പോൾ മുൻപ് പഠിച്ച ടൂളാണെങ്കിലും ഇനി പഠിക്കാൻ പോകുന്ന പല ടൂൾസൊക്കെ ആണെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ വർക്കുകൾ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ആ ടൂളിൻ്റെ യൂസേജ് നമുക്ക് മനസ്സിലാവുള്ളൂ. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിനു മുമ്പ് സ്പൈറൽ ടൂളിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പൈറൽ ടൂളിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് റേഡിയസ് ആണ്. റേഡിയസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മൾ റൗണ്ടഡ് കോർണർ ടൂളൊക്കെ പഠിച്ച സമയത്ത് റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ സൈസിൽ വരുന്ന മാറ്റം അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ തൊട്ട് താഴെ തന്നെ ഡി കെ എന്നിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ഡി കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ചുരുണ്ട് നിൽക്കുന്ന ഭാഗം അതിനെ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഡി കെ വാല്യൂ നമ്മൾ ഉപയോഗിക്കുന്നത്. 80% ആണ് ഡീഫാൾട്ട് വാല്യൂ എന്നുള്ളത്. അപ്പോൾ അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ആ ചുരുണ്ട് നിൽക്കുന്ന പോർഷനിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് കാണാൻ സാധിക്കുന്നത് സെഗ്മെൻറ്റ് ഓപ്ഷനാണ്. സെഗ്മെൻറ്റ് ഇപ്പോൾ 10 എന്നുള്ള ഒരു ഡീഫാൾട്ട് വാല്യൂ ഉണ്ട്. 10 ഇപ്പോൾ ഞാനിവിടെ ഒരു 0 ആക്കുകയാണെങ്കിൽ ഒരു ആർക്ക് ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ 10 എന്നുള്ള വാല്യൂ 20 ഒരു 30 ഒക്കെ ആക്കുമ്പോൾ കുറച്ചും കൂടിയും അതിൻ്റെ ആ ഒരു സെഗ്മെൻറ്റ്സ്, അതിൻ്റെ ആ മടക്ക് കുറച്ചും കൂടി വരും. അതാണ് നമ്മൾ സെഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റൈൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫേസിലേക്ക് ഇതിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ സെഗ്മെൻറ്റ് ഒരു 20 ആക്കി, ദെൻ 80 DK എന്നുള്ളത് ഒരു 50 ആക്കി കൊടുത്തു. ഓപ്പോസിറ്റ് സ്റ്റൈലിലേക്ക് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ചേഞ്ച് നമുക്കിവിടെ കാണാൻ പറ്റും. സ്പൈറൽ ഓപ്ഷൻ വെച്ചിട്ട് ഇങ്ങനെ പല രീതിയിൽ നമുക്ക് സ്പൈറൽ ടൂളിനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളെ കാണിക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്പൈറൽ ടൂൾ വെച്ചിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസുകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഡിസൈൻസ് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇപ്പോൾ കൈകളിലൊക്കെ ഇടുന്ന മൈലാഞ്ചി അല്ലെങ്കിൽ ഹെന്നയിലൊക്കെ ഇതുപോലത്തെ കുറേ ഡിസൈൻസ് നിങ്ങൾ കാണാം. കയ്യിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന വർക്കിലൊക്കെ ഇത്തരത്തിലുള്ള ഡിസൈൻസൊക്കെ പല സിറ്റുവേഷനിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള ഡിസൈൻസൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്പൈറൽ ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. സ്പൈറൽ ടൂൾ മാത്രമല്ല, ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെൻ ടൂൾ വെച്ചിട്ട് വരയ്ക്കാവുന്നതാണ്. എവിടെയാണോ നമ്മൾ എൻഡ് ചെയ്യുന്ന ആ പോയിന്റിൽ നിന്ന് ബാക്കി അങ്ങോട്ട് പെൻ ടൂൾ വെച്ച് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഷേപ്പിലേക്ക് കിട്ടും. സാധാരണ ഇത്തരത്തിലുള്ള ടൂൾസുകളൊക്കെ കാണുമ്പോൾ ഈ ടൂൾ എന്നല്ല, നമ്മൾ മുൻപ് പഠിച്ചതും ഇനി പഠിക്കാൻ പോകുന്ന പല ടൂൾസും നമ്മൾ കാണുന്ന സമയത്ത് പലപ്പോഴും ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച് വരുന്നൊരു ഡൗട്ടാണ് ഇങ്ങനത്തെ ടൂൾസൊക്കെ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക, ഇതിൻ്റെയൊക്കെ ഒരു യൂസേജ് എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നത്. നിങ്ങളൊരു ടൂളോ ഒരു ഓപ്ഷനോ എന്താണോ പഠിക്കുന്നത് വെച്ചാൽ അത് പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വർക്കുകൾ കാണുന്നുണ്ടെങ്കിൽ അത് നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതൊന്ന് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ സ്പൈറൽ ടൂൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൂളിലേക്ക് പോവാം. നെക്സ്റ്റ് പഠിക്കുന്നത് റെക്റ്റാങ്കുലർ ഗ്രിഡ് ടൂളാണ്. റെക്റ്റാങ്കിൾ ഗ്രിഡ് ടൂൾ എടുത്ത് ഞാനിവിടെ വരച്ചപ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഒരു ടേബിൾ ഷേപ്പാണ് വന്നിട്ടുള്ളത്. റോസും കോളംസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ടേബിൾ. അതായത് ഇപ്പോൾ നമുക്ക് വല്ല ചാർട്ടുകൾ, അതല്ലെങ്കിൽ മെനൂസുകൾ, ടൈം ഷെഡ്യൂളുകൾ, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് റെക്റ്റാങ്കുലർ ഗ്രിഡ് ടൂൾ. ഇതിനെ നമുക്ക് പലതരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഓപ്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിഫാൾട്ട് സൈസ്, വിഡ്ത്ത്, ഹൈറ്റ് നമുക്ക് കൂട്ടി കൊടുക്കാം. ഇതിൻ്റെ ഓവറോൾ വിഡ്ത്ത്, ഹൈറ്റ് നമുക്കിവിടെ വാല്യൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒപ്പം തന്നെ ഒറിസോണ്ടൽ ഡിവൈഡേഴ്സ് ഉണ്ട്, വെർട്ടിക്കൽ ഡിവൈഡേഴ്സ് ഉണ്ട്. അതായത് ഈ കാണുന്ന ഒറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും വന്നിട്ടുള്ള ലൈൻസിൻ്റെ നമ്പേഴ്സ് കൂട്ടി കൊടുക്കാം.
ഇപ്പോൾ 5 എന്നുള്ളത് ഞാനിവിടെ 10 ആയി കൊടുക്കുന്നുണ്ട്. അതുപോലെ വെർട്ടിക്കൽ ഡിവൈഡേഴ്സ് 10 കൊടുത്താൽ അത്രയും റോയും കോളംസും നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വരും. അതുപോലെ തന്നെ ഇവിടെ സ്ക്യൂ ഓപ്ഷൻസ് ഉണ്ട്. അതും സ്ക്യൂവിൻ്റെ വാല്യൂ ഇവിടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സ്ക്യൂ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുമല്ല, ആ ലൈൻസിൻ്റെ ഗ്യാപ്പ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആക്സിസിലേക്ക് അത് മാറി നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ആക്സിസിലേക്ക് അതിൻ്റെ വിഡ്ത്ത് കൂടുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും സ്ക്യൂവിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ ഓക്കെ കൊടുത്തു. പുതിയൊരു റെക്റ്റാങ്കിൾ ഗ്രിഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ കൊടുത്ത വെർട്ടിക്കൽ ഡിവൈഡേഴ്സിൻ്റെ എണ്ണം ചേഞ്ചായി. ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ കുറച്ച് സ്ക്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് താഴത്തെ ലൈൻസിൻ്റെ ഗ്യാപ്പ് കുറച്ച് കുറഞ്ഞു വന്നു. മുകളിലേക്ക് പോകുന്നതോറും അത് കൂടി വന്നു. അതാണ് സ്ക്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കത് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ സ്ക്യൂ വാല്യൂ നോർമലായി കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ റീസെൻ്റായി ചെയ്തൊരു വർക്ക് ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. ഇതൊരു റെസ്റ്റോറൻറ്റ് മെനു ആണ്. അപ്പോൾ ഞാനിവിടെ ഈ കാണുന്ന ഓറഞ്ച് കളറിൽ നിങ്ങൾ ഈ കാണുന്ന ലൈൻസ് റെക്റ്റാങ്കിൾ ഗ്രിഡ് ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ് ഈ മെനു ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും ഗൾഫിലുള്ള ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അവരൊരു ബ്രാൻഡ് ലോഗോ വരുന്നൊരു ഏരിയ ആണത്. അത് ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് ഈ റെക്റ്റാങ്കിൾ ഗ്രിഡ് ടൂൾ ഉപയോഗിച്ച് ഞാൻ ഈ ഒരു മെനു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് നമുക്ക് ഈ പോയിന്റ്സ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ആ ലൈന് തന്നെ ഡിലീറ്റ് ആയിപ്പോയി. ഇനി അഡീഷണൽ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്യൂ വെച്ചിട്ട് ഇതിൻ്റെ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു വർക്കിലേക്ക് ഈ പറയുന്ന റെക്റ്റാങ്കിൾ ഗ്രിഡ് ടൂൾ ഉപയോഗിക്കാൻ സാധിക്കും. സോ നമുക്ക് നെക്സ്റ്റ് ടൂൾ പരിചയപ്പെടാം. പോളാർ ഗ്രിഡ് ടൂൾ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഠിച്ച റെക്റ്റാങ്കിൾ ഗ്രിഡ് ടൂളിൻ്റെ അതേ സെയിം പാറ്റേണിലുള്ളൊരു സാധനമാണ്. പക്ഷേ ആ ഷേപ്പിൽ മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. മറ്റേത് റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഇതൊരു പോളാർ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയും കൂടുതൽ ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഇതിലും വരുന്നത്. ഡിഫോൾട്ട് ആയിട്ടുള്ള സൈസുകൾ, വിഡ്ത്ത്, ഹൈറ്റ്, അതുപോലെ തന്നെ ഡിവൈഡേഴ്സിൻ്റെ നമ്പേഴ്സ് ഇവിടെ കൂട്ടിയും കുറച്ചും കൊടുക്കാം, സ്ക്യൂ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലും അവൈലബിൾ ആണ്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പോയിൻറ്റ്സ് ഡിലീറ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും ഷേപ്പിലേക്ക് നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ ഈ ലൈൻസ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഏത് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്കൊരു ഷേപ്പ് പെട്ടെന്ന് വരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള ടൂൾസിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് കൂടുതൽ സർക്കിൾ ഷേപ്പ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഷേപ്പ് ടൂളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ പോളാർ ഗ്രിഡുകളൊക്കെ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ സെപ്പറേറ്റ് ആയിട്ട് മൂവ് ചെയ്യാം. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കളർ ഫില്ല് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ആവശ്യാനുസരണം നമുക്കൊരു വർക്കിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസാണ് പോളാർ ഗ്രിഡ് ടൂളും അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ ഗ്രിഡ് ടൂളും. എനിവേസ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഈ പറഞ്ഞ ടൂൾസുകളെല്ലാം തന്നെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ലൈൻ സെഗ്മെൻറ്റ് ടൂള്, ആർക്ക് ടൂള്, സ്പൈറൽ ടൂള്, റെക്റ്റാങ്കിൾ ഗ്രിഡ് ടൂള്, അതുപോലെ പോളാർ ഗ്രിഡ് ടൂൾ. ഇത്രയും ടൂൾസാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടൂളുകളും അതിൻ്റെ ഓപ്ഷൻസും എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഒന്ന് ചെയ്ത് മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്ട്രോക്ക് ഓപ്ഷനും ഒന്ന് പരിചയപ്പെട്ടിരുന്നു. സ്ട്രോക്ക് ഓപ്ഷനിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതെന്തൊക്കെയാണ്, ഏത് രീതിയിലൊക്കെയാണ് അത് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. സോ ഇന്നത്തെ പാർട്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഗ്രാഫിക് ഡിസൈനെക്കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ള ആളുകളിലേക്ക് മാക്സിമം നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലൂടെയും അതല്ലെങ്കിൽ F2 മീഡിയ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. എനിവേസ്, അടുത്ത പാർട്ടിൽ ഇല്ലസ്ട്രേറ്ററിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതുവരേക്കും ഗുഡ് ബൈ.